കുറച്ച് ലേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഈ വർഷത്തെ നമ്മളുടെ ക്രിസ്മസ് ഓർഡേഴ്സൊക്കെ നമുക്കൊന്ന് കണ്ടാലോ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കാരഡേറ്റ്സ് കേക്കും പ്ലം കേക്കും അതുപോലെ ഐസിങ് കേക്കും എല്ലാം നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ഒന്നും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് എടുക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല. പിന്നെ അതേപോലെ തന്നെ നല്ല ഹറിബറി ആയിട്ടായിരുന്നു എല്ലാ ഓർഡേഴ്സും ഉണ്ടായിരുന്നത്. ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാൻഡും എനിക്ക് ചെറിയൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. 3 ലെഗും ഒടിഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് കവർ ചെയ്തു. ഇത് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. ക്രിസ്മസിന് വേണ്ടി കട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ട് ഇതുപോലെ നമ്മളുടെ ആ ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്തിട്ട് പിന്നെ ചെറിയൊരു വിപ്പിംഗ് ക്രീമിൻ്റെ ഡിസൈനും അതുപോലെ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ ഫുൾ ആ ഒരു കളർ വെച്ച് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ തികഞ്ഞില്ല. അങ്ങനെ പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതേപോലെ കൊടുത്തിട്ട് നമ്മളുടെ റൈറ്റിങ്സ് ഒക്കെ എഴുതിയെടുത്തിട്ടോ. പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഇതുപോലെ ഒരു സ്ക്വയർ കേക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രിസ്മസിൻ്റെ ഈ ഒരു ടൈമിൽ നമുക്ക് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഫ്ലേവേഴ്സ് ആയിരുന്നു. പിന്നെ അത് കൂടാതെ വന്ന 1-2 കേക്ക് നമുക്ക് ചോക്കോ ബട്ടർ സ്കോച്ച്, സ്പാനിഷ് ഡിലൈറ്റ്, പിന്നെ മിൽക്കി ചോക്ലേറ്റ് അങ്ങനെയുള്ള ഫ്ലേവേഴ്സ് ആയിരുന്നു കേട്ടോ. അതെല്ലാം ബർത്ത്ഡേ കേക്കുകൾ തന്നെയായിരുന്നു. ഇതും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. പക്ഷേ കേക്ക് ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ നമുക്കൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫീലിംഗ് തോന്നുന്ന രീതിയിലായിരുന്നു അവർ ഡിസൈൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അയച്ചു തന്ന ഡിസൈൻ റൗണ്ട് ആയിരുന്നു. പക്ഷേ അവർക്ക് റൗണ്ട് വേണ്ട, സ്ക്വയറിൽ ചെയ്താൽ മതി, ട്യൂഷൻ ക്ലാസ്സിൽ കട്ട് ചെയ്യാനായിട്ടായിരുന്നു. അങ്ങനെ അതും ചെയ്ത് നമ്മൾ ഫിനിഷ് ചെയ്ത് വെച്ചതിന് ശേഷം അടുത്ത കേക്ക് ചെയ്യാനെടുത്തു. ഇത് ഒരു 1 kg വെയിറ്റ് വരുന്ന ബട്ടർ സ്കോച്ച് കാരമൽ കേക്കായിരുന്നു. ഈ സെയിം ഡിസൈനിൽ തന്നെ നമുക്കൊരു 1/2 kg കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റും കൂടി ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു 3 കേക്കും ഇവിടെ അപ്പയുടെ പെങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു. അവരെല്ലാ വർഷവും മക്കളുടെ വീട്ടിൽ ക്രിസ്മസിന് പോകുമ്പോൾ ഇവിടെ നിന്നാണ് കേക്ക് കൊണ്ടുപോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തത് 1 kg ബട്ടർ സ്കോച്ച് കാരമലാണ്. അതിൻ്റെ തന്നെ സെയിം 1/2 kg ആണിട്ടത്. ഇപ്പോൾ രണ്ടിനും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർക്കും മാറിപ്പോണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ഓൾറെഡി നമ്മൾ ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ഏതാണെന്നുള്ളതും അതുപോലെ ബട്ടർ സ്കോച്ച് ഏതാണെന്നുള്ളതും. അങ്ങനെ കേക്കൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഞാൻ സെൻറ്ററിൽ റൈറ്റിങ്സ് എഴുതുന്നതിന് പകരം ഇതേപോലെയുള്ള ടോപ്പേഴ്സ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ചതും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇതേപോലെ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തപ്പോൾ കുറച്ച് ഷുഗർ ബീഡ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടോ. അടുത്തതിന് ബ്ലാക്ക് ഫോറസ്റ്റിന് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ നോസിൽ ഫ്ലവറാണ് കൊടുത്തത്. പിന്നെ നമ്മൾ കുറച്ച് ഷുഗർ ബീഡ്സ് ഇതേപോലെ റെഡ് കളർ ഇട്ടിട്ട് സെൻറ്റർ ഒന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടോ. അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല. പെട്ടെന്നായിരുന്നു ഒക്കെ റെഡിയാക്കിയതും പാക്ക് ചെയ്തതെല്ലാം. അതുകൊണ്ട് ടേബിളിൽ തന്നെ വെച്ചിട്ടാണ് കേട്ടോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് നമുക്ക് വൈറ്റ് ഫോറസ്റ്റും ബ്ലാക്ക് ഫോറസ്റ്റും ഇതുപോലെ പീസസ് ആക്കി കൊടുക്കാനായിരുന്നു അവരുടെ ട്യൂഷൻ ക്ലാസ്സിൽ സെലിബ്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇതുപോലെ പീസാക്കി റെഡിയാക്കി വെച്ചിട്ടോ. ഇത് നമ്മളുടെ ഹെസക്കുട്ടിയുടെ അംഗൻവാടിയിൽ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഞാൻ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് ബേക്ക് ചെയ്തത്. എന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് 2 ലെയർ പിന്നെ ഒരു ലെയർ പകുതിയാക്കിയിട്ടും അങ്ങനെയാണ് ഇത്രയും വീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിള്ളേരും അതുപോലെ പാരൻസൊക്കെ ഉള്ളത് കാരണമാണ് കുറച്ച് വീതിയിൽ വലുപ്പത്തിൽ ചെയ്തത് കേട്ടോ. അപ്പോൾ അവളുടെ അംഗൻവാടിയിൽ പോകാനുള്ളത് കാരണം തന്നെ നമ്മളുടെ ഓർഡേഴ്സൊക്കെ രാവിലെ തന്നെ നേരത്തെ ഫിനിഷ് ചെയ്ത് വെച്ചു. അന്ന് കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ അംഗൻവാടിയിൽ നമുക്ക് ഫുഡ് ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം പോകേണ്ടത് കാരണമാണ് നേരത്തെ ചെയ്ത് വെച്ചത്. അതിൻ്റെ ഒന്നും ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. പിന്നെ അവിടെ പോയി നമ്മൾ ക്രിസ്മസ് ട്രീയും അതേപോലെ ചെറിയൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ട് പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് പോകുന്നു. പിന്നെ വൈകുന്നേരത്തേക്ക് നമുക്ക് കുറച്ച് കേക്കുകൾ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു. ഇത് രണ്ടും വൈറ്റ് ഫോറസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസ് ടൈമിലെ കേക്ക് ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഹോം മേക്കേഴ്സും തന്നെ വൈറ്റും റെഡും ഗ്രീനും ഒക്കെ ആയിരിക്കും കേക്കിന് കൊടുക്കുക. ശരിക്കും ആ ഒരു കളേഴ്സൊക്കെ വരുമ്പോഴാണ് നമ്മളുടെ ക്രിസ്മസ് കേക്ക് എന്നുള്ളൊരു ഫീലും നമുക്ക് വന്നത്. അപ്പോൾ ഈ ഒരു 2 കേക്കും നമ്മൾ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെച്ചു. പിന്നെ അതൊരു ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 1.5 kg വരുന്ന സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നു. ആനിമൽ തീമിൽ സ്ക്വയർ ഷേപ്പിൽ ചെയ്യാനായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അത് കൂടാതെ നമുക്കുണ്ടായ ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും അതുപോലെ പ്ലം കേക്കും ആണ്. അപ്പോൾ ഈ വർഷം ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും പ്ലം കേക്കിൻ്റെയും അതുപോലെ ക്യാരറ്റ് കേക്കിൻ്റെ ഒന്നും ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറെ ഒന്നല്ല, നമുക്ക് ഐസിങ് കേക്ക് കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി നമുക്ക് അങ്ങോട്ട് മാനേജ് ചെയ്ത് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അധികം എടുക്കാതിരുന്നത്. പിന്നെ ക്യാരറ്റ് കേക്ക് കുറച്ചധികം ഓർഡേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്ലം കേക്കിന് ഞാൻ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഓൾറെഡി കഴിഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ രണ്ടാമത് സോക്ക് ചെയ്യാനായിട്ടുള്ളൊരു ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് കേക്ക് തീരുന്ന അനുസരിച്ച് പാക്ക് ചെയ്തു. പിന്നെ അടുത്ത ട്രിപ്പ് ബേക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചു. അതും നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ ഓവനിലേക്ക് എടുത്ത് വെച്ചിട്ടോ. പിന്നെ ഈ ഒരു ടൈമിലേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് റൂം ആകെ
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വരിയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ. പിന്നെ സ്ഥലം ഇപ്പോൾ കുറച്ച് കുറവാണ്. നമുക്ക് 2 ഓവനും ഒരു സ്റ്റാൻഡ് മിക്സറും എല്ലാം കൂടി വന്നപ്പോഴേക്കും ബേക്കിംഗ് റൂം ഫുൾ ഫില്ലായിട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ടീമിൻ്റെ 200 1 kgയുടെയും അതുപോലെ 100 1 kgയുടെയും പ്ലം കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഐസിങ് കേക്ക് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടില്ല. പിന്നെ അതുപോലെ അവർക്ക് കുറച്ച് റേറ്റ് കുറഞ്ഞ രീതിയിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടോ. നമുക്ക് ഒത്തിരി അങ്ങോട്ട് റേറ്റ് കുറച്ച് രീതിയിൽ കൊടുക്കാനും പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങളും മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒരുപാട് റേറ്റ് നമുക്ക് കുറയ്ക്കാനും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അത് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടോ. ഇതിപ്പോൾ ഒരു 1 kg വെയിറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കായിരുന്നു. നോർമലായിട്ടുള്ള ഡിസൈനായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് ടൈമിൽ കേക്കിനൊന്നും ആരും ഇന്ന ഡിസൈൻ വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇഷ്ടമുള്ള മോഡലിൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 5-6 കസ്റ്റമേഴ്സ് മാത്രമാണ് നമ്മളുടെ നിന്ന് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും തന്നെ നമ്മളുടെ സ്ഥിരം ആയിട്ട് നമ്മളുടെ നിന്ന് കേക്ക് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് തന്നെയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരേ ദിവസം നമ്മൾ ചെയ്യുന്ന കേക്കുകൾക്കൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കേക്കിനും സെയിം ഡിസൈൻസ് തന്നെ ആയിരിക്കും കേട്ടോ. കാരണം ഒരുപാട് ഓർഡർ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും വ്യത്യസ്തമായ ഡിസൈൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള സിമ്പിൾ ഡിസൈൻസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ കൂടെ ഇതേപോലെ തന്നെ സെയിം ഡിസൈനിൽ തന്നെ വേറൊരു കേക്കും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ 6 ഇഞ്ചിൻ്റെ പാനിലാണ് ബേക്ക് ചെയ്തത്. എന്നിട്ട് ഇതേപോലെ 1 സൈഡ് വിപ്പിംഗ് ക്രീമും 1 സൈഡ് ഇതേപോലെ ഷുഗർ ബീഡ്സും കൊടുത്തിട്ടോ. അങ്ങനെ അത് രണ്ടും സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കേക്കും കൂടി നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് സെറ്റ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫിനിഷ് ചെയ്യാനുണ്ട്. പിന്നെ ഇത് നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ. 1 kg വരുന്നത് 7 ഇഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. കാരണം എപ്പോഴും നമ്മൾ പ്ലം കേക്കോ അതല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് കേക്കൊക്കെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ അമ്മിച്ചിക്ക് കുറച്ചും കൂടി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇഷ്ടം. പിന്നെ ഈ ഒരു തിരക്കുള്ള ടൈം ആയത് കാരണം നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഒരെണ്ണം എക്സ്ട്രാ വന്നത് ഞാൻ എടുത്തിട്ട് നമ്മളുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ചേട്ടൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന വെച്ചാൽ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്റ്റാൻഡ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വെച്ചിട്ട് പിന്നെ കുറച്ച് ബാക്കി വീഡിയോസൊക്കെ അതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ 2 കേക്ക് ചെയ്തത് നമ്മൾ ഡെലിവറി ചെയ്തു. അത് കൂടാതെ നമ്മൾ വേറെ കുറച്ച് കേക്കും കൂടി ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് ഇതേപോലെ ഡിസൈൻ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് രാവിലെ തന്നെ കൊടുക്കാനുള്ള കേക്കുകളാണ്. അപ്പോൾ രാവിലെ പള്ളിയിൽ പോകാനൊക്കെ ഉള്ളത് കാരണം നമ്മൾ നൈറ്റ് തന്നെ എല്ലാം ചെയ്തിട്ട് ഡിസൈൻ എല്ലാം കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പാതിര കുർബാനയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ നല്ല ടയേർഡായിരുന്നു. കേക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 12 മണിയായിട്ടോ. പിന്നെ കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്മസിൻ്റെ അന്ന് കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. ശരിക്കും ഈ കേക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൽ മൊത്തം നമ്മൾ സ്റ്റിക്കർ വർക്കാണ് ചെയ്തേക്കുന്നത്. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമിൻ്റെ വർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. പിന്നെ ഉണ്ടായിരുന്നത് ഒരു ബർത്ത്ഡേ കേക്കായിരുന്നു. ഈ ഒരു ക്യാൻഡിലുമോ ബട്ടർഫ്ലൈസ് അങ്ങനെ വരുന്നതല്ല, ഞാനത് ഗം ചെയ്ത് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. ഈ ബട്ടർഫ്ലൈസൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതാണ്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്കൊരു വെഡ്ഡിങ് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ താഴെ ഡെമ്മി മേളിൽ കേക്കും ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടിലെ ക്രിസ്മസ് സെലിബ്രേഷനും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അപ്പടെ വക ഒരു സാൻഡിനെയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു. പിന്നെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ ചേട്ടനും പിള്ളേരും കൂടിയൊക്കെയാണ് റെഡിയാക്കിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നിലും ഇൻവോൾവ് ആവാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾക്ക് ക്രിസ്മസിന് കേക്ക് ഉണ്ടാവുമ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും തന്നെ പങ്കെടുക്കാനായിട്ട് പറ്റാറില്ല കേട്ടോ. ഇങ്ങനെ ശരിക്കും നമ്മുടെ ആ ഒരു ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറേ പേര് കരോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസം രാത്രി പള്ളിയിലൊക്കെ പോകാനുള്ളത് കാരണം എല്ലാവരും TV ഒക്കെ കണ്ടു കുറേ നേരമൊക്കെ ഇങ്ങനെ ഇരുന്നു. ഞാനും ചേട്ടനും പിള്ളേരും അമ്മാമ്മയൊക്കെ രാവിലെയാണ് പോയത്. ഹാപ്പി ക്രിസ്മസ്. 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 അങ്ങനെ ക്രിസ്മസ് ഒക്കെ എല്ലാവരും വിഷ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടോ. അപ്പം നല്ല ഇറച്ചി ഇഷ്ടവും അതേപോലെ ബ്രെഡും ആണ്. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ബ്രെഡാണ് കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും നല്ല ബ്രെഡും ഇഷ്ടക്കറിയൊക്കെ കൂട്ടി നമ്മളുടെ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വിചാരിച്ചെങ്കിലും നടന്നില്ല കേട്ടോ. നമ്മളുടെ ഈ ഒരു രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ക്രിസ്മസ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.